റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജിയുടെ ക്രൈം ത്രില്ലർ നോവലായ വേട്ടമൃഗം. ഇത് ഒരു സ്ഫടികം ബുക്സ് പ്രസിദ്ധീകരണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോവലുകൾ കേൾക്കുന്നതിനായി പ്ലേലിസ്റ്റ് പരിശോധിക്കുക. മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കഥ കേൾക്കാം. ബസ്സിൽ നല്ല തിരക്ക്. കോളേജ് ടൈം. പുറകിൽ സ്വകാര്യ ബസ്സും. സ്ത്രീകളോട് ഒട്ടി നിൽക്കുന്നത് ചെറുപ്പക്കാർക്ക് സുഖമുള്ള പരിപാടിയാണ്. പെൺകുട്ടികളാകട്ടെ വിരുദ്ധന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ പല്ലുകടിച്ച് രോഷമൊതുക്കും. ബഹളം കൂട്ടിയാൽ മാനഹാനി ഏൽക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയായിരിക്കുമല്ലോ. ബസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ പൂവാലന്മാർ പെൺകുട്ടികളുടെ മേലേക്ക് ചായും. പെൺകുട്ടികൾ നിസ്സഹായർ. ഒരു കൈയിൽ അടുക്കി പിടിച്ചിരിക്കുന്ന പുസ്തകവും മറുകൈ ബസിന്റെ കമ്പിയിലും. പിന്നെ എന്തു ചെയ്യും? സഹിച്ചങ്ങനെ നിൽക്കും. അന്ന് അബദ്ധത്തിലാണ് ശകുന്തള പെൺകുട്ടികളുടെ പിന്നിലായത്. വന്നു നിന്നതോ ദേവലാലിന്റെ മുന്നിലും. ക്ലാസ്മേറ്റ് ആണ് ദേവലാൽ. മാഹാ തെമ്മാടി. സ്ഥലം അബ്കാരി കോൺട്രാക്ടറുടെ മകൻ. നാവനക്കിയാൽ അസഭ്യമേ പറയൂ. പലപ്പോഴും ശകുന്തളയുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. MA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനായ ശകുന്തള ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അമ്മയില്ല. അച്ഛൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്നത് കൊണ്ടാണ് ജീവിതം. പുരാണത്തിലെ ആശ്രമകന്യയുടെ ആകർഷണീയതയും നിഷ്കളങ്കതയുമുള്ള സുന്ദരിയാണവൾ. ഏത് വേഷം ധരിച്ചാലും ഒന്ന് നോക്കുന്നവർ ഒന്നുകൂടി നോക്കാതിരിക്കില്ല. കോളേജിൽ ഒരു പറ്റ ആരാധകരുണ്ട് അവൾക്ക്. ഒരു നോട്ടത്തിന് വേണ്ടി കൊതിക്കുന്നവർ. മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് ശകുന്തളയും. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ പരിമിതികളെ കുറിച്ച് ശരിക്കും ബോധവതിയുമാണ്. ദേവലാൽ മെല്ലെ അവളുടെ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. ശകുന്തളയ്ക്ക് അസഹ്യത തോന്നി. മാറി നിൽക്കുവാൻ ഒരിടമില്ല. ഗട്ടറുകൾ നിറഞ്ഞ റോഡ്. ബസ് കുലുങ്ങുന്നതിനനുസരിച്ച് അവന് ഹരമായിരുന്നു. തീ പാറുന്ന കണ്ണുകളോടെ ശകുന്തള തിരിഞ്ഞൊരു വട്ടം നോക്കി. ദേവലാലിന് ഭാവമാറ്റമൊന്നുമില്ല. അവൻ ചിരിച്ചു. നാണം കെട്ടവൻ, അവൾ മനസ്സിൽ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ശരീരത്തിലൂടെ അവന്റെ കരങ്ങൾ എഴഞ്ഞു നടക്കുന്നത് അവൾ അറിഞ്ഞു. ഷോ! കമ്പിയിലെ പിടിവിട്ട് അവൾ ദേവലാലിന്റെ കൈ തട്ടിയെറിഞ്ഞു. ദേവൻ, പ്ലീസ്, ഇനി അരുത്. അടങ്ങി നിക്കടി മോളെ. അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. വീണ്ടും പഴയ അനുഭവം തുടർന്നു. ദേവൻ, എന്നെ പരീക്ഷിക്കരുത്. ദേവലാൽ ചുറ്റും ശ്രദ്ധിച്ചു. അവൾ പറഞ്ഞത് ആരും കേട്ടിട്ടില്ല. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അവളുടെ ക്ഷമ നശിച്ചുപോയി. ഇഡിയറ്റ്! വീട്ടിലുള്ളവരോട് നീ എങ്ങനെയാണോടാ പെരുമാറുന്നത്? അല്പം ഉറക്കെ തന്നെ ശകുന്തള ചോദിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അവരിലായി. എന്താ നിങ്ങളെ? ബസ്സിൽ തിരക്കാവുമ്പോ ഒന്ന് തട്ടിയെന്നും മുട്ടിയെന്നും ഒക്കെ ഇരിക്കും. അത് ഇഷ്ടമില്ലാത്തവർ കാറ് വിളിച്ചു പോകണം. ആരുടെയോ ശബ്ദം. ശകുന്തളയുടെ നാവടങ്ങി. ബസ് കോളേജ് സ്റ്റോപ്പിലെത്തി. അവൾ ഇറങ്ങി. ശകുന്തള അടുത്ത കൂട്ടുകാരിയായ ഗീതയോടൊപ്പം നടന്നു. ബസ്സിൽ വെച്ച് എന്താടി ഉണ്ടായത്? അവൾ സംഭവം പറഞ്ഞു. അവനൊരു പെൺകോത്തന. അവന്റെ വാലെ പിടിച്ചു നടക്കുന്ന കുറെ പെൺകുട്ടികളും ഉണ്ട്. ഏയ്, ഒന്ന് നിൽക്കണേ. ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ദേവലാലും കൂട്ടുകാരും. അവർ ശകുന്തളയെ നോക്കി. എന്താടി, ഒന്ന് തെട്ടാ നീ അങ്ങ് ഒരുക്കി പോകുമോ? ആരുടെ അടുത്താണ് നീ ശീലാവധി ചമയുന്നത്? ദേവലാൽ, നിങ്ങൾ കുറെ കൂടി മാന്യമായി സംസാരിക്കണം. നീ എന്നെ പഠിപ്പിക്കേണ്ട. ഇതാണ് എന്റെ സംസ്കാരം. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട്. അത് പറയാതെ തന്നെ എനിക്കറിയാം. നല്ലത്. പിന്നെ ബസ്സിൽ നീ ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചതാണ് അല്ലെ? എനിക്ക് നിങ്ങളെ പോലെ സ്മാർട്ട് ആകാൻ കഴിയില്ല. പാവപ്പെട്ടവളാണ് ഞാൻ. ജീവിക്കാൻ അനുവദിക്കൂ ദേവൻ. അവൾ വിതുമ്പ് പോയി. അത് കണ്ടിട്ടും അവൻ നിർത്തിയില്ല. എടി പെണ്ണെ, ഒന്നും ഞാൻ പറഞ്ഞേക്കാം. കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇണങ്ങി നിന്നാ ദേവൻ നല്ലവനാ. പിണങ്ങിയാൽ മഹാ ചീത്തയും. ഞാൻ ഇണങ്ങാനും പിണങ്ങാനും ഒന്നും നിൽക്കുന്നില്ല. ഉപദ്രവിക്കാതിരുന്നാ മതി. നീ കാഞ്ഞ പുള്ളിയാണെന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ നാണം കെടുത്തി. അത് ഞാൻ പൊറുക്കാം. പക്ഷെ ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കും. ദേവൻ, ഞാൻ പോകട്ടെ? അങ്ങനെ അങ്ങ് പോയാലോ പെണ്ണെ? എന്തായാലും നമ്മൾ ഒരുമിച്ച് ഇന്ന് മാറ്റിന് കണ്ടിട്ടേ നിന്നെ വിടൂ. നോ, എന്നെ അതിന് കിട്ടില്ല. വേറെ ആളിനെ നോക്ക്. ശകുന്തളയുടെ കണ്ണിൽ കോപം തുടിച്ചു. എന്നെ പറ്റി എന്താ കരുതിയത്? അയങ്ങേടി നടക്കുന്നവളാണെന്നോ? ചാർജ് കൂടുതലാണെങ്കിൽ പറഞ്ഞാ മതി. ദേവലായ സുഹൃത്തുക്കളും ഉച്ചത്തിൽ ചിരിച്ചു. ശകുന്തളയ്ക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. തേങ്ങിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. ആശ്രമകന്യക ഓടിപ്പോവുകയാണോ? ഒന്ന് ഓർത്താൻ വന്ന്.
എന്നെ ദുഷ്യന്തനായി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പിന്നെ ദുശാസനയാവേണ്ടി വരും. ഇന്ന് മാറ്റിനിക്ക് വന്നില്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ വെച്ച് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. അവൾ അത് ശ്രദ്ധിച്ചതേയില്ല. ക്ലാസ്സിൽ എത്തിയതും ശകുന്തള ഡെസ്കിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു. മറ്റുള്ളവർ സൂക്ഷിച്ചു നോക്കി അടക്കം പറഞ്ഞു. പഠിക്കാൻ മിടുക്കി, വേഷം കെട്ടാതെ തന്നെ സുന്ദരിയും. മറ്റു പെൺകുട്ടികൾക്ക് അസൂയക്ക് അതുപോലെ. ആൺകുട്ടികളായിട്ട് 10 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. 8 പേരും ദേവലാലിന്റെ ആജ്ഞാനുവർത്തികൾ. 2 ചെറുപ്പക്കാർ മാത്രമാണ് എതിർചേരിയിലുള്ളത്, ശിവപ്രസാദും ജയസൂര്യനും. കോളേജ് യൂണിയൻ ചെയർമാനായ ശിവപ്രസാദ് ഒരു ഹരിജൻ യുവാവാണ്. നമ്പൂതിരിയാണെങ്കിലും അയിത്തമില്ലാത്ത സ്നേഹിതനാണ് ജയസൂര്യൻ. നമ്പൂതിരിയും പുലയനും നല്ല ചേർച്ചയാ. ആ പരിഹാസവാക്കുകൾ കേട്ടാൽ ശിവപ്രസാദ് ശബ്ദിക്കില്ല. പക്ഷെ ജയസൂര്യൻ മറുപടി പറയും. നിനക്കൊന്നും നഷ്ടമില്ലല്ലോ. ജയസൂര്യനോട് അങ്ങനെ ആരും വഴക്കുകൂടാറില്ല. കോപം വന്നാൽ അവൻ സിംഹതുല്യനാണ്. കോളേജ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ദേവലാല ശിവപ്രസാദിനെ തല്ലിക്കാൻ ആളെ കൂട്ടിയതാണ്. പക്ഷെ ജയസൂര്യൻ ഒരു സൈക്കിൾ ചെയിനുമായി കുതിച്ചു ചാടി അവരെ വെല്ലുവിളിച്ചു. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനുണ്ടെങ്കിൽ അവന് തലടാ, ഞാനൊന്ന് കാണട്ടെ. ആരും തയ്യാറായില്ല. തല്ലാനും കൊല്ലാനും എനിക്കും അറിയാവിടാ. നമ്പൂതിരി ആയതുകൊണ്ട് പൂജിക്കുവാൻ മാത്രമേ അറിയുള്ളൂന്ന് കരുതിയോ? ലെക്ചറർ ക്ലാസ്സിലെത്തിയപ്പോഴാണ് ശകുന്തള കരച്ചിൽ നിർത്തിയത്. ഇന്റർവെൽ സമയത്ത് ദേവലാൽ ശകുന്തളയുടെ അടുത്ത് വന്ന് ഒന്ന് അമർത്തി മൊഴിയിട്ട് പുറത്തേക്ക് പോയി. ചോറിന്റെ പൊതി അയച്ചുവെങ്കിലും ശകുന്തളയ്ക്ക് കഴിക്കുവാൻ തോന്നിയില്ല. എന്താ വേണ്ട നിനക്ക്? കഴിക്കടി. വല്ലവരും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ നീ വിഷമിക്കുന്നത് എന്തിനാ? ഗീത അവളെ ആശ്വസിപ്പിച്ചു. 1-2 ഉരുള കഴിച്ചെന്ന് വരുത്തി. ഉച്ചയ്ക്ക് ശേഷം അവൾ കൂടുതൽ അസ്വസ്ഥയായി. വൈകിട്ട് ഗീതയുമൊത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ശകുന്തള ചുറ്റും നോക്കി. ഇല്ല, ദേവലാൽ അവിടെ എങ്ങുമില്ല. അടുത്ത ദിവസം ശകുന്തള അന്ന് നേരത്തെ കോളേജിലേക്ക് തിരിച്ചു. സാധാരണ പോകുന്ന ബസ്സിൽ പോയാൽ ദേവലാലിന്റെ ശല്യം ഉണ്ടാകുമെന്ന് ഭയന്നാണ്. പക്ഷെ ബസ് ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് ഒരു ബൈക്ക് വന്നു നിന്നു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ദേവലാൽ. എന്താടി, നീ എന്നെ അവഗണിച്ചു കളഞ്ഞു അല്ലെ? ക്ലാസ്സിലേക്ക് വാ, കാണിച്ചു തരാം. ശകുന്തള വിറച്ചുപോയി. ഗേറ്റിനടുത്ത് തന്നെ അവൾ നിന്നു. പതിവ് സമയത്ത് ഗീത വന്നപ്പോൾ ഒപ്പം നടന്നു. സംഭവം അറിഞ്ഞപ്പോ ഗീത പറഞ്ഞു, നീ ധൈര്യമായിരിക്കടി. അവൾ ക്ലാസ്സിൽ ചെന്നപ്പോ ദേവലാലിനെ കണ്ടില്ല. മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും എത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ദേവലാൽ കയറി വന്നത്. അവൻ മെല്ലെ ശകുന്തളയ്ക്ക് അരികിലേക്ക് വന്നു. എഴുന്നേക്കടി. അവൾ ദയനീയമായി അവനെ നോക്കി. എഴുന്നേൽക്കാൻ ദേവലാൽ അലറി. അവൾ യാന്ത്രികമായി അനുസരിച്ചു. പൊടുന്നനെ അവൻ പാന്റിന്റെ കീശയിൽ നിന്നും മൂർച്ചയുള്ളൊരു കഠാര എടുത്തു. ശകുന്തളയുടെ കഴുത്തിലേക്ക് അത് മുട്ടിച്ചു. ചലിക്കരുത്. അവൾ ശ്വാസം പിടിച്ചു നിന്നു. ദേവലാൽ. ഗീത എന്തോ പറയുവാൻ ഭാവിച്ചു. ഷട്ടപ്പ്. ക്ലാസ്സിൽ മുട്ടുസൂചി വീണക്ക് അറിയുന്നത്ര നിശബ്ദത. ഏവരും വീർപ്പടക്കി നിൽക്കുകയാണ്. ദേവലാലിന്റെ കത്തിമുന താഴേക്ക് വന്നു, ശകുന്തളയുടെ മാറിലേക്ക്. ലോഹത്തിന്റെ തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ പൊളഞ്ഞുപോയി. ആ നിമിഷങ്ങളിൽ അവൻ കത്തി ബ്ലൗസിനുള്ളിലേക്ക് കടത്തി. ശകുന്തള പിന്നോട്ടാഞ്ഞതും ബ്ലൗസും ബ്രായും മുറിഞ്ഞു മാറിയതും ഒന്നിച്ചായിരുന്നു. അമ്മേ. അവൾ നിലവിളിച്ചു പോയി. ബോസ്റ്റഡ്, ശബ്ദിച്ചു പോരുത്. പെട്ടെന്ന് പിന്നിൽ ഒരലർച്ച കേട്ടു. തിരിഞ്ഞു നോക്കിയ ദേവലാലിന്റെ മുഖം അടച്ചൊരടി വീണു. തറയിൽ കിടന്നുകൊണ്ട് അവന് തന്റെ എതിരാളിയെ കണ്ടു. ശിവപ്രസാദ്. ദേവലാൽ പുറം കൈകൊണ്ട് മുഖത്ത് തടവി നോക്കി. കയ്യിൽ ചുവപ്പ് പടർന്നു, ചോര. അവൻ മുറിവേറ്റ വന്യമൃഗത്തെ പോലെ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. നിവർത്തി പിടിച്ച കത്തി ശിവപ്രസാദിന് നേരെ നീട്ടി. അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ശിവപ്രസാദ് അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ദേവലാലിന്റെ സുഹൃത്തുക്കൾ മുന്നോട്ടാഞ്ഞു. വേണ്ട. അതുവരെ ശാന്തനായി മാറി നിന്നിരുന്ന ജയസൂര്യന്റെ സ്വരമുയർന്നു. മുന്നോട്ടാഞ്ഞവർ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. ജയസൂര്യന്റെ ആജ്ഞയെ ധിക്കരിക്കുവാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. നഗ്നമായ മാറിടങ്ങൾക്ക് മുകളിലേക്ക് സാരി വലിച്ചു ചുറ്റിക്കൊണ്ട് ശകുന്തള വിതുമ്പി. ഗീത അവളെ ക്ലാസിന്റെ മൂലയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നുകൊണ്ട് അവൾ ശിവപ്രസാദിനെയും ദേവലാലിനെയും ശ്രദ്ധിച്ചു. അവരും വിചാരിച്ചത് അവൻ ശിവപ്രസാദിനെ കുത്തി മലർത്തുമെന്നാണ്. എന്നാൽ അതുണ്ടായില്ല. പരാജയം തന്റെ ഭാഗത്താകുമെന്ന് സത്യമായും ദേവലാൽ ഭയന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒപ്പം സുഹൃത്തുക്കളും. ശിവപ്രസാദ് തിരിഞ്ഞ് ശകുന്തളയെ നോക്കി. അഭിമുഖീകരിക്കുവാൻ വിഷമിച്ചു നിൽക്കുകയായിരുന്നു അവൾ. നമുക്ക് പ്രിൻസിപ്പലിനെ കാണണം. ജയസൂര്യൻ സുഹൃത്തിനെയും കൂട്ടി പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തി. വിവരങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം ദേവലാലിനെ വിളിക്കുവാൻ പ്യൂണിനെ അയച്ചു. പക്ഷെ അവൻ വന്നില്ല. പ്രിൻസിപ്പൽ അവരെ നോക്കി. ഞാൻ എന്തു ചെയ്യണം?
അത് ഞാൻ പറയണോ സർ? ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ തന്നെ നൽകണം. താൻ പറയുന്നത് ശരിയാണ്. പക്ഷേ ദേവലാലിനെ സസ്പെൻഡ് ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് ആദ്യമേ അറിയുക. സർ, അതിടൂ. എന്തുകൊണ്ട്? പുതിയ ഓഡിറ്റോറിയം പണിയുവാൻ അവന്റെ അച്ഛൻ തന്നത് 1,00,000 രൂപയാണ്. അവനെതിരെ നടപടിയെടുത്താൽ ഞാൻ നാളെ മറ്റേതെങ്കിലും കോളേജിൽ ഇരിക്കേണ്ടി വരും. നമുക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കാം. നോ, ശിവപ്രസാദ് സ്വയം മറന്നു. ആ മനുഷ്യൻ 1,00,000 രൂപ തന്നിരിക്കാം. എന്നാൽ അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവൻ പിഴിഞ്ഞെടുത്ത വിലയാണ്. സത്യത്തിനും ധർമ്മത്തിനും ഇവിടെ യാതൊരു വിലയുമില്ലേ സർ? പണമുള്ളവന് എന്തും കാണിക്കാമെന്നാണോ സർ പറയുന്നത്? പ്രിൻസിപ്പൽ ശബ്ദിച്ചില്ല. മറ്റാരെങ്കിലും ആയിരുന്നു ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ താങ്കൾ അവരെ എന്തു ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. സാർ ഒന്നോർത്താൻ നന്ന്. ഇതിനു വേണ്ട നടപടി ഇന്ന് 4 മണിക്കുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ നാളെ ഞങ്ങൾ സമരം സംഘടിപ്പിക്കും. പ്രിൻസിപ്പൽ ചിരിച്ചു. നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ ഈ പ്രശ്നം വിളിച്ചറിയിച്ച ആ കുട്ടിയുടെ ഭാവിയാണ് തകരാറിലാകുന്നെന്ന സത്യം മറക്കണ്ട. മിഴിച്ചു നിൽക്കാനേ ശിവപ്രസാദിനും ജയസൂര്യനും കഴിഞ്ഞുള്ളൂ. അവർ കുനിഞ്ഞ ശിരസോടെ ഇറങ്ങി. വിവരം പറഞ്ഞപ്പോൾ ശകുന്തള പറഞ്ഞു, എന്നെ ചൊല്ലി പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ശിവപ്രസാദ്. ഇനി ഞാൻ പഠിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പറഞ്ഞിട്ടില്ല. ഇല്ല, ജയസൂര്യൻ ഇടയ്ക്ക് കയറി. ശകുന്തള പഠിക്കണം, ഇവിടെ തന്നെ. ഇനി നിന്നെ ശല്യം ചെയ്യുന്നത് ആരാണെന്ന് എനിക്കൊന്ന് കാണണം. ജയസൂര്യ. യെസ്. ശകുന്തളയെ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം. തകർന്ന ഒരു ഇല്ലത്തെ സന്തതിയാണ് ഞാനെങ്കിലും ഒരു ടാക്സി വിളിക്കാനുള്ള പണമൊക്കെ എന്റെ കയ്യിലും കാണും. ജയസൂര്യനെ എതിർക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഗീതയും ഒപ്പം വന്നു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ശിവപ്രസാദ് സാവധാനം ശകുന്തളയുടെ കാതിൽ പറഞ്ഞു, നാളെ വരാതിരിക്കരുത്. ഇല്ലെങ്കിൽ ഞങ്ങൾ കാറുമായി എത്തും. ഞാൻ വരാം. അവൾ സമ്മതിച്ചു. ജില്ലയിലെ എല്ലാ മദ്യഷാപ്പുകളുടെയും കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അബ്ഗാരി മധുസൂദനാണ്, ദേവലാലിന്റെ അച്ഛൻ. തമിഴ്നാട്ടിൽ നിന്നും കള്ള സ്പിരിറ്റ് കൊണ്ടുവന്ന് തന്റെ ഗോഡൌണിൽ വെച്ച് വിദേശ മദ്യമാക്കി മാറ്റുന്നു. രാത്രി 12:30. തിരക്കൊഴിഞ്ഞ റോഡിലൂടെ ആ ടാങ്കർ ലോറി പാഞ്ഞു വരുന്നു. അതിൽ സ്പിരിറ്റാണ്. ഡ്രൈവറും ക്ലീനറും മാത്രമാണ് ലോറിക്കുള്ളിൽ. വേഗം എത്തണം, ചെക്ക് പോസ്റ്റിൽ മുതലാളി ഉണ്ടാവും, ക്ലീനർ പറഞ്ഞു. നമ്മൾ 1 മണിക്കൂർ താമസിച്ചിരിക്കുന്നു. ബീഡി ആഞ്ഞു വലിച്ചുകൊണ്ട് ഡ്രൈവർ ആക്സിലേറ്ററിൽ കാലമർത്തി. 10 മിനിറ്റുകൾക്കുള്ളിൽ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നിന്നിരുന്ന കാക്കിധാരികൾ അത് ശ്രദ്ധിച്ചതേയില്ല. മധുസൂദനൻ മുതലാളിയുടെ ബെൻസ് കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. അയാളിൽ നിന്നും 100ന്റെ കെട്ടുകൾ നിയമപാലകരുടെ കീശയിൽ എത്തിയിരുന്നുവല്ലോ. ഇനി ഭയപ്പെടണ്ട. ക്ലീനർ ഒരു കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. എന്നാലും നിങ്ങൾ പുതിയ ആളായതുകൊണ്ടാ. മധുസൂദനൻ മുതലാളി ആരാണെന്നറിയാമോ? മന്ത്രിമാർക്ക് പോലും മുതലാളിയെ പേടിയാ. കഷ്ടിച്ച് 1/2 മണിക്കൂർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പട്ടണത്തോട് അടുക്കാറായി. ഒരു ചെറിയ റോഡിലൂടെ വണ്ടി വിട്ടു. പട്ടണത്തിലെത്താതെ അപ്പുറം കിടക്കാൻ ഒരു മാർഗം. പെട്ടെന്നാണ് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ടത്. റോഡിൽ കുറുകെ ഇട്ടിരിക്കുന്ന ജീപ്പ്. ഡ്രൈവറുടെ കാൽ ബ്രേക്കിൽ അമർന്നു. കുഴപ്പമായോ? താൻ ധൈര്യമായി വിട്, ക്ലീനർ നിർദ്ദേശിച്ചു. നമ്മൾ ഒരുത്തനും ഒന്നും ചെയ്യുകയില്ല. ലോറി തൊട്ടടുത്തെത്തിയപ്പോൾ ഇൻസ്പെക്ടർ വിജയകാന്ത് മെല്ലെ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നു. അദ്ദേഹം ലോറി നിർത്തുവാൻ ആംഗ്യം കാണിച്ചു. ഡ്രൈവർ ബ്രേക്ക് അമർത്തിയപ്പോഴേക്കും പോലീസുകാർ ലോറി വളഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താടോ ഇതിൽ? ഡ്രൈവറുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇൻസ്പെക്ടർ ചോദിച്ചു. ഇത് മധുസൂദനൻ മുതലാളിയുടെ ലോറിയാ, പെട്ടെന്ന് കിളി മറുപടി നൽകി. ഇതിൽ എന്താണെന്നാണ് ചോദിച്ചത്? അത് പിന്നെ കിളി പരുങ്ങി. പറയടാ. HC അവനെ വലിച്ച് പുറത്തേക്കിറക്കി. കാൽമുട്ട് കൊണ്ട് അടിവയറ്റിൽ ഒന്ന് കൊടുത്തു. അയ്യോ, എന്നെ തല്ലല്ലേ ഏമാനെ. എങ്കിൽ സത്യം പറയടാ റാസ്കൽ. സ്പിരിറ്റാ? എവിടെ നിന്നും കൊണ്ടുവരുന്നു? തമിഴ്നാട്ടിൽ നിന്നും. ഡ്രൈവർ ഇറങ്ങി ഓടാൻ ഭാവിച്ചുവെങ്കിലും ഇൻസ്പെക്ടറുടെ കയ്യിൽ കുരുങ്ങി. അങ്ങനെ അങ്ങ് പോയാലോ? വാർത്ത അറിഞ്ഞ് മധുസൂദനൻ മുതലാളി ഞെട്ടിപ്പോയി. തന്റെ ലോറി ഇൻസ്പെക്ടർ വിജയകാന്ത് പിടിച്ചെന്നോ? ചാർജ് എടുത്തിട്ട് 3 ദിവസമേ ആയുള്ളൂ. ഒന്ന് പോയി കാണാതിരുന്നത് ബുദ്ധിമോശമായെന്ന് മധുസൂദനൻ തോന്നി. ഉടനെ ബ്രീഫ് കേസുമായി കാറിൽ കയറി. പോലീസ് സ്റ്റേഷൻ. പ്രതികളെ 2 പേരെയും ലോക്കപ്പിലാക്കി. ലോറിയുടെ 2 ടയറുകളിലെയും കാറ്റ് അഴിച്ചു വിട്ടിരിക്കുന്നു. ഇൻസ്പെക്ടർ വിജയകാന്ത് ക്വാർട്ടേഴ്സിലേക്ക് പോകുവാൻ ഇറങ്ങിയപ്പോഴാണ് മധുസൂദന്റെ വരവ്. സാറ്, ഞാൻ മധുസൂദനൻ. ഗുഡ്. ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. കൈവിരലുകൾക്കിടയിലിട്ട് കെയിൻ കറക്കുന്നതിനിടയിൽ വിജയകാന്ത് പറഞ്ഞു. ഈ ടാങ്കർ ലോറി നിങ്ങളുടേതാണല്ലോ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം സർ.
അവർ ഓഫീസ് റൂമിൽ കയറി. ബ്രീഫ് കേസ് താഴെ വെച്ചിട്ട് മധുസൂദനൻ ഇൻസ്പെക്ടർക്കെതിരായിരുന്നു. സർ, ഇത്തവണ ക്ഷമിക്കണം, നേരത്തെ വന്ന് കാണുവാൻ കഴിഞ്ഞില്ല. അയാൾ ബ്രീഫ് കേസ് ഉയർത്തി. 1,00,000 ഉണ്ട്. ഇൻസ്പെക്ടർ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഇനിയിപ്പോ ടയറുകൾ മാറാതെ ലോറി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഫോണിലൂടെ ഒന്ന് സംസാരിച്ചിട്ട് സാധ്യത ചെയ്താൽ മതിയായിരുന്നു. വിജയകാന്ത് മധുസൂദനെ തുറച്ചു നോക്കി. മിസ്റ്റർ മധുസൂദനൻ. സർ. പണം കൊണ്ട് എന്തും നേടാമെന്നാണോ? ഞാൻ ഒരു പാവ അബ്കാരിയാണ് സർ. ഇത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ വകുപ്പ് മന്ത്രിയുടെ ബന്ധുവല്ലേ? എനിക്കൊരു പ്രൊമോഷൻ ശരിയാക്കി തരുവാൻ കഴിയുമോ? ഇത്രയുള്ള പ്രശ്നം എങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു. മധുസൂദനൻ ചാടി എണീറ്റു. 6 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർ ആവും. പ്രോമിസ്. ഇരുവരും കൈ കൊടുത്തു. തൽക്കാലം ഈ ബ്രീഫ് കേസ് ക്വാർട്ടേഴ്സിൽ എത്തിച്ചാൽ മതി. പിന്നെ പോലീസുകാർക്കുള്ള വിഹിതവും നൽകണം. ഓക്കെ. അപ്പൊ തന്നെ ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിളിനെ വിളിച്ചു. ഡ്രൈവറെയും ക്ലീനറെയും ഇറക്കി വിടുവാൻ ആജ്ഞാപിച്ചു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ശകുന്തള കോളേജിൽ വരുന്നുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം ദേവലാൽ ക്ലാസ്സിൽ വന്നിട്ടില്ല. ജയസൂര്യനും ശിവപ്രസാദും ഏത് നിമിഷവും അവനിൽ നിന്ന് ഒരാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. നോവിച്ചു വിട്ട മൂർഖനാണ് ദേവലാൽ. ശകുന്തളയ്ക്കുണ്ടായ അപമാനം കോളേജ് മുഴുവൻ പാട്ടായി. പലരും അവളെ കളിയാക്കി. ഒരാഴ്ച കഴിഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ജയസൂര്യനും ശിവപ്രസാദും ക്ലാസ്സിലിരിക്കുമ്പോൾ ദേവലാൽ വന്നു. അവൻ അവരുടെ മുന്നിലെത്തി. ക്ലാസ്സിലുണ്ടായിരുന്നവർ സംശയത്തോടെ ഉറ്റുനോക്കി. ശിവപ്രസാദ്, നിനക്ക് എന്നോട് പകയുണ്ടെന്ന് എനിക്കറിയാം. ദേവലാൽ പറഞ്ഞു. എനിക്കോ? എന്തിന്? അവൻ ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, ഞാൻ കാണിച്ചത് അത്തരത്തിലാണല്ലോ. ശകുന്തളയോടും ക്ഷമ പകരുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾ രണ്ടുപേരും എന്നോടത്ത് വരണം. എന്തു വേണമെന്ന ഭാവത്തിൽ ജയസൂര്യനും ശിവപ്രസാദും പരസ്പരം നോക്കി. ശരി, വരൂ. പറഞ്ഞത് ജയസൂര്യനാണ്. ശകുന്തള കോളേജ് മുറ്റത്തെ പൈപ്പിനരികിൽ നിൽക്കുകയായിരുന്നു. ഒപ്പം ഗീതയുമുണ്ട്. മൂവരും അവിടെ എത്തി. ഐ എം സോറി ശകുന്തള, ദേവലാൽ പെട്ടെന്ന് പറഞ്ഞു. എന്റെ തെറ്റുകൾക്കൊക്കെ കുട്ടി മാപ്പേകണം. ശകുന്തള അമ്പരന്നുപോയി. അവൾ 3 പേരെയും തുറച്ചു നോക്കി. അതേ എന്ന അർത്ഥത്തിൽ ജയസൂര്യൻ തലയണക്കിയപ്പോൾ അവൾക്ക് ആശ്വാസം. അന്ന് ആദ്യമായി അവൾ ദേവലാലിനെ നോക്കി ചിരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലിരിക്കുമ്പോൾ ഗീത വന്ന് പറഞ്ഞു. ശകുന്തളയെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. ആരാ? അറിയില്ല. ഒരു പ്രായമുള്ള മനുഷ്യനാ. അവൾ വരാന്തയിലേക്ക് ചെന്നപ്പോൾ മുറ്റത്ത് ശങ്കരേട്ടൻ നിൽക്കുന്നത് കണ്ടു. അവളുടെ ഒരകന്ന ബന്ധുവാണ് അയാൾ. ശകുന്തളയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എന്താ ശങ്കരേട്ട? ശങ്കരേട്ടൻ ഒരു നിമിഷം മൗനമായി നിന്നു. അതവളെ ഉത്കണ്ഠാകുലയാക്കി. മോള് വിഷമിക്കരുത്. ഗോപാലിന് ചെറിയൊരു അപകടം പറ്റി. എന്റെ അച്ഛൻ. ദൈവമേ, നീ ഭയപ്പെടുന്ന മാതിരി ഒന്നുമില്ല. ഒരു കാറ് മുട്ടിയതാണ്. എന്നിട്ട് ആശുപത്രിയിലാക്കിയിട്ട് വരികയാണ് ഞാനിപ്പം വരാം. കരഞ്ഞുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് ഓടി. എന്താണ് ശകുന്തള? ശിവപ്രസാദ് തിരക്കി. ഒരു വിധത്തിൽ അവൾ സംഭവം പറഞ്ഞു. അപ്പോൾ ദേവലാൽ എഴുന്നേറ്റു. അവൻ ശിവപ്രസാദിനെയും ജയസൂര്യനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ദേവലാൽ കാറിലായിരുന്നു വന്നത്. ശകുന്തള നിൽക്കൂ, നമുക്ക് കാറിൽ പോവാം. ശങ്കരനെയും ശകുന്തളയും പിന്നിൽ കയറ്റിയിട്ട് അവർ മൂവരും മുന്നിൽ കയറി. ഒരസ്ത്രം കണക്കെ ദേവലാൽ കാർ പായിച്ചു. ഏത് ആശുപത്രിയിലാ? ജയസൂര്യൻ ശങ്കരനെ നോക്കി. ജില്ലാശുപത്രിയിൽ. 15 മിനിറ്റ് കൊണ്ട് കാർ അവിടെ എത്തി. അന്വേഷിച്ചപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണെന്ന് അറിഞ്ഞു. ശകുന്തളയുടെ ചില അയൽക്കാരും മറ്റും അവിടെ ഉണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഭിത്തിയിൽ ചാരി നിന്നു. ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. ഗോപാലിന്റെ ആൾക്കാരാരാണ്? ശങ്കരൻ മുന്നോട്ട് നീങ്ങി നിന്നു. ഒരു കുപ്പി രക്തം വേണം. ഓ പോസിറ്റീവ്. ശങ്കരൻ നിസ്സഹായനായി ജയസൂര്യനെ നോക്കി. നമുക്ക് പരിശോധിപ്പിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാം, ദേവലാൽ പറഞ്ഞു. ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോ ആ ഗ്രൂപ്പ് ബ്ലഡ് ഇല്ല. മൂവരും രക്ത ഗ്രൂപ്പ് നോക്കി. ശിവപ്രസാദിന്റേത് മാത്രം ചേരും. ഒരു കുപ്പി രക്തമെടുത്തു. പുറത്ത് അക്ഷമരായി കാത്തു നിൽക്കുമ്പോൾ ജയസൂര്യൻ സംഭവം മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കി. റോഡിന്റെ സൈഡിലൂടെ പോകുകയായിരുന്ന ഗോപാലിനെ പാഞ്ഞു വന്നൊരു കാറാണ് ഇടിച്ചു തെറിപ്പിച്ചത്. നിർത്താതെ അത് ഓടിച്ചു പോയി. കുറെ അകലെ പാടത്ത് പണിയെടുത്തുകൊണ്ട് നിന്ന ഒരു മനുഷ്യനാണ് ആ സംഭവം കണ്ടത്. കാറിന്റെ നമ്പർ അറിയില്ല. നിറം വെള്ളയാണെന്നറിഞ്ഞു. നേരം 5 മണിയായി. ദേവലാൽ ചായ വരുത്തി എല്ലാവർക്കും കൊടുത്തു. തറയിൽ തളർന്നിരുന്ന ശകുന്തള ചായ കുടിച്ചില്ല. കുടിക്കൂട്ടി. ഒരു മൂത്ത സഹോദരന്റെ ഭാഗത്തിലായിരുന്നു ദേവലാലിന്റെ പെരുമാറ്റം. ഗോപാലിന് ബോധം വീണിട്ടില്ല. വാർഡിൽ കിടത്താതെ അയാളെ ഒരു മുറിയിലേക്ക് മാറ്റി. അതിനു വേണ്ടത് ചെയ്തതും ദേവലാലാണ്. ഡ്രിപ്പ് സ്റ്റാൻഡിൽ നിന്നും രക്തവും ഗ്ലൂക്കോസും
അച്ഛന്റെ കൈത്തണ്ടിലേക്ക് ഒഴുകുന്നത് നോക്കി തകർന്ന ഹൃദയത്തോടെ ശകുന്തള ഇരുന്നു. രാത്രി. ഗോപാലൻ മയക്കത്തിൽ തന്നെ. ആരും അവിടെ നിന്ന് പോയിരുന്നില്ല. 11 മണി. ശകുന്തളയുടെ ജീവിതത്തിന്റെ താളം തെറ്റിയത് ആ നിമിഷത്തിലായിരുന്നു. ഗോപാലൻ മരിച്ചു. ശകുന്തളയുടെ രോദനം ആശുപത്രിക്കുള്ളിൽ പ്രതിധ്വനിച്ചു. അച്ഛാ! ഗോപാലന്റെ ശവശരീരത്തിലേക്ക് വീണ ശകുന്തള പിന്നീട് കണ്ണു തുറന്നത് ശവസംസ്കാരത്തിന് ശേഷമാണ്. എല്ലാ കാര്യത്തിലും 3 ചെറുപ്പക്കാർ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് നാട്ടുകാരിൽ അത്ഭുതമുളവാക്കി. 2 ആഴ്ച കഴിഞ്ഞു. ശകുന്തള മൂകയായി വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. കോളേജ് ജീവിതം അവസാനിച്ചു. 1-2 തവണ ശിവപ്രസാദ്, ജയസൂര്യനും ദേവലാലും ഒക്കെ വന്നിരുന്നു. കോളേജിൽ പോകണമെന്നും കഴിഞ്ഞതൊക്കെ മറക്കണമെന്നും അവർ ഉപദേശിച്ചുവെങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്നും അവൾ വ്യതിചലിച്ചില്ല. ഇനി പഠിത്തമില്ല, ജീവിക്കാൻ ഒരു തൊഴിൽ കിട്ടിയാൽ ഭാഗ്യമായി, അവൾ പറഞ്ഞു. 5 സെന്റ് വസ്തുവും കല്ലുകൊണ്ട് കെട്ടിയ 2 മുറികളും വരാന്തയുമുള്ള ഒരു ചെറിയ വീടുമാണ് ആകെയുള്ള സമ്പാദ്യം. രാത്രികാലങ്ങളിൽ അടുത്തുള്ള ഒരു വല്യമ്മ വന്ന് കൂട്ടുകിടക്കും. ഒരു സായാഹ്നം മുറ്റത്തിന് താഴെയുള്ള ചെറിയ റോഡിൽ ഒരു മാരുതിക്കാർ വന്നു നിന്നു. അടുക്കളയിലെ ജനാലയിലൂടെ ശകുന്തള എത്തി നോക്കി. അതിൽ നിന്നും ദേവലാൽ ഇറങ്ങുന്നത് കണ്ടു. അവന്റെ മാനസാന്തരത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ അവളെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. അച്ഛന്റെ മരണസംബന്ധമായി 5000 രൂപയിലധികം അവന് ചെലവായിട്ടുണ്ടാകുമെന്ന് അവൾക്കറിയാം. എന്തുദ്ദേശിച്ചാണ് അവൻ ഇത്രയൊക്കെ ചെയ്തതെന്ന് മാത്രം ശകുന്തളയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. താൻ എങ്ങനെ ഈ കടം വീട്ടു? ദേവലാൽ മുറ്റത്തെത്തിയപ്പോഴേക്കും അവൾ വാതിൽക്കൽ തല കാണിച്ചു. വന്ദന ശകുന്തള ദേവി. അവൻ ചിരിച്ചു. ക്ഷേമമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവൻ വരാന്തയിൽ കിടന്നിരുന്ന തടി കസേരയിലിരുന്നു. ഞാൻ ഇപ്പൊ വരാം. അവൾ അടുക്കളയിലേക്ക് നടന്നു. കാപ്പിയുമായി തിരികെ വന്നു. കടുങ്കാപ്പിയാണ്. പാലൊഴിച്ച് മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമില്ല. വളരെ നേരം അവർ സംസാരിച്ചിരുന്നു. ഇപ്പോ ചിലവിനുള്ളതൊക്കെ എങ്ങനെയാണ് ശകുന്തളെ? അവൾ മിണ്ടിയില്ല. അച്ഛന്റെ സമ്പാദ്യം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ല. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. അവൻ പോക്കറ്റിൽ നിന്നും കുറെ 100ന്റെ നോട്ടുകൾ എടുത്തു നീട്ടി. വേണ്ട ദേവൻ, ഇപ്പൊ തന്നെ ഞാൻ ദേവന് കടക്കാരിയാണ്. എങ്ങനെ തിരിച്ചു കിട്ടും എന്നാണ് എന്റെ ചിന്ത. സാരയില്ലെന്നേ. മനുഷ്യരായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പം സഹായങ്ങളൊക്കെ ചെയ്തു വന്നിരിക്കും. പണം വാങ്ങാൻ അവൾ കൂട്ടാക്കിയില്ല. ശകുന്തളെ, ഞാൻ അന്യനാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കടമായി തരുന്നതാണെന്ന് കരുതിയാ മതി. അത് തന്നെയാണ് എന്റെ വിഷമവും. തിരിച്ചു തരുവാൻ എനിക്ക് മാർഗമില്ല. അതിനുള്ള മാർഗവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ്? അവളുടെ മുഖത്ത് നിറഞ്ഞ ഉത്കണ്ഠ. ഒരു ചെറിയ ജോലി. അതെ, പക്ഷെ അധിക ദിവസത്തേക്ക് കാണില്ല. എറിയാൻ ഒരാഴ്ച. അത്രയെങ്കിലും ആയല്ലോ. അവൾക്ക് സന്തോഷം. ഒരു കാര്യം ചെയ്യ്. നാളെ രാവിലെ 10 മണിക്ക് ശകുന്തള ടൗണിൽ വരിക. മുനിസിപ്പൽ ജംഗ്ഷനിൽ ഞാൻ കാത്തു നിൽക്കാം. തൽക്കാലം ജോലിക്കാരും മറ്റാരോടും പറയണ്ട. ഒരാഴ്ചക്ക് ശേഷം ജോലിയില്ലാതായ ആൾക്കാർ അതും ഇതും പറയും. ശരിയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അടുത്ത ദിവസം കൂട്ടുകിടക്കാൻ വരുന്ന വല്യമ്മയോട് പോലും ജോലിക്കാരും പറയാതെ ശകുന്തള ടൗണിൽ പോയി. പറഞ്ഞ സ്ഥലത്ത് തന്നെ ദേവലാൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ശകുന്തള. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അവൾ ചിരിച്ചു. മുഖസ്തുതി പറയുകയല്ല. ശകുന്തളയെ കണ്ട സിനിമാ നടികളും തോറ്റുപോകും. അവളുടെ മുഖം തൊടുത്തു. എന്താ, സിനിമയിൽ അഭിനയിക്കുന്നു? ചാൻസ് തരാമോ? ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആണോ? ഇരുവരും ചിരിച്ചു. അവർ ഒരു ടാക്സിയിൽ കയറി. നമ്മൾ എവിടേക്കാണ്? ഓഫീസിലേക്ക്. ഏത് ഓഫീസിലാണെന്ന് അവൾ ചോദിച്ചില്ല. ഒപ്പം ഒരു പുരുഷനാണെന്നും അവൻ ഒരിക്കൽ തന്റെ ശത്രുവായിരുന്നു എന്നൊന്നും ചിന്തിച്ചില്ല. ഒരു വലിയ കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് കാർ നിർത്തിയപ്പോൾ ശകുന്തള പുറത്തേക്ക് നോക്കി. ഹോട്ടൽ കോഹിനൂർ. ചോദ്യഭാവത്തിൽ അവൾ ദേവലാലിനെ നോക്കി. അവൻ ചിരിച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു, ഇറങ്ങൂ. ദേവലാൽ ടാക്സി തിരിച്ചയച്ചു. വരൂ. അവൾ മുന്നിൽ നടന്നു. അവൾ മടിച്ചു നിന്നു. എന്താ ശകുന്തള, നമ്മൾ ഇവിടെ വെച്ചാണ് ഇന്റർവ്യൂ? ഇന്റർവ്യൂ? അവൾക്കൊന്നും മനസ്സിലായില്ല. ഒരാഴ്ചത്തെ ജോലിക്ക് ഇന്റർവ്യൂ? അതിപ്രധാനമായ ജോലിയാണ്. ചിലപ്പോൾ പെർമനന്റ് ആകാനും മതി. ശകുന്തളയുടെ ഭാഗ്യം പോലിരിക്കും. ഇന്റർവ്യൂ വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശകുന്തളയുടെ സംശയം നീങ്ങി. അവന്റെ പിന്നാലെ അവൾ അകത്തേക്ക് നടന്നു. 8 നിലകളുള്ള ഒരു കൂറ്റൻ കെട്ടിടം. ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ. മധ്യരാജാവായ മധുസൂദനന്റേതാണ് അതെന്നു മാത്രം ശകുന്തളയ്ക്ക് അറിയില്ലായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ഇരുന്ന് സുന്ദരിയായ യുവതി അവരെ നോക്കി ചിരിച്ചു. എല്ലാവരും എത്തിയോ? ദേവലാൽ അവളോട് ചോദിച്ചു. യെസ് സർ. എവിടെയാണ്? 7th ഫ്ലോർ, റൂം നമ്പർ 813.
താങ്ക് യു. ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോൾ അവൻ ശകുന്തളയെ നോക്കി. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വേണ്ട. ഓക്കെ. അവർ ലിഫ്റ്റിൽ കയറി. അത് മുകളിലേക്ക് കയറുമ്പോൾ ഒളി കണ്ണാല് ശകുന്തള അവനെ നോക്കി. ആ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. ഒരിക്കൽ തന്നെ കടിച്ചു കീറുവാൻ വെമ്പിയാനാണിപ്പോ മാൻകുട്ടിയെ പോലെ ശാന്തനായിരിക്കുന്നതെന്ന് അവൾ ഓർത്തു. എന്താ ശകുന്തള ചിന്തിക്കുന്നത്? ഒന്നുമില്ല. അവൾ ചിരിച്ചു. 7ാം നിലയിൽ ഇറങ്ങി അവർ ഇടനാഴിയിലൂടെ നടന്നു. 813 നമ്പർ മുറിയുടെ മുന്നിൽ നിന്നു. ദേവലാൽ സ്വിച്ചിൽ വിരലമർത്തി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. കഷണ്ടിക്കാരനായ ഒരു മധ്യവയസ്കൻ. സാറ് വന്നോ? അയാൾ ദേവലാലിനെ നോക്കി ചിരിച്ചു. ഞാൻ വിചാരിച്ചു ഇനി ജോലിക്കാരൻ വേണ്ടെന്ന് വെക്കുമെന്ന്. പരസ്യം കൊടുക്കാതിരുന്നിട്ട് കൂടി 117 പേർ വന്നു. എല്ലാവരോടും വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് യാത്രയാക്കി. ശകുന്തളയുടെ ഉള്ളം കുളിർത്തു. വരൂ ശകുന്തളെ. അവർ അകത്തേക്ക് കയറി. വിശാലമായ റൂം. തറയിൽ വിലയേറിയ പരവതാനി വിരിച്ചിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന സെറ്റുകൾ, ഒരു മേശ. മുറിയിൽ 5-6 പേർ ഉണ്ടായിരുന്നു. 4 പേരും 35-ന് താഴെ പ്രായമുള്ളവർ. താൻ മാത്രം പെണ്ണായി ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ ശകുന്തള നടുങ്ങി. പക്ഷെ ദേവലാൽ കൂടെയുള്ളപ്പോൾ എന്തു ഭയക്കാനാണെന്നും ചിന്തിച്ചു. ഇരിക്കൂ, അവിടെ ഇരുന്നവരിൽ ഒരാൾ പറഞ്ഞു. ദേവലാൽ ഇരുന്നു. ശകുന്തള മടിച്ചു നിന്നപ്പോ അവൻ തൊട്ടടുത്തൊരു സെറ്റിയിൽ പിടിച്ചിരുത്തി. ശകുന്തള ആദ്യമായാണ് എയർ കണ്ടീഷൻ മുറിയിൽ കയറുന്നത്. അവിടുത്തെ കുളിർമ അവൾക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പേര്? ഒരാൾ തിരക്കി. ശകുന്തള. നല്ല പേര്. അയാൾ ചിരിച്ചു. പേര് പോലെ തന്നെയാണല്ലോ ആളും. കാളിദാസന്റെ ശകുന്തളയുടെ ശാലീനതയുണ്ട് കുട്ടിക്ക്. അവൾ നാണിച്ച് തല താഴ്ത്തി. എവിടം വരെ പഠിച്ചു? MA ചേർന്ന് കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു. അതോടെ പഠിത്തം നിർത്തി. അവളുടെ സ്വരം ഇടറി. അമ്മ? ഇല്ല. സഹോദരങ്ങൾ? ആരുമില്ല. ശകുന്തളയുടെ കണ്ണുകൾ നിറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ദേവലാൽ ഇടയ്ക്ക് കയറി. ജോലി സംബന്ധമായി എന്തെങ്കിലും മാത്രം സംസാരിക്കാം. ശകുന്തളയ്ക്ക് അത് ആശ്വാസമായി. ഇനി എന്ത് സംസാരിക്കാൻ? എല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. താൻ പറഞ്ഞ പിന്നീട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ ഒക്കുമോ? പ്രത്യേകിച്ചും തനിക്ക് വേണ്ടപ്പെട്ട ആളാകുമ്പോ. ദേവലാൽ ശകുന്തളയെ നോക്കി. ആ കണ്ണുകളിൽ കൃതജ്ഞത സ്ഫുരിക്കുന്നത് അവൻ കണ്ടു. കുട്ടിക്ക് എത്ര രൂപ ശമ്പളം വേണം? ചോദ്യം കേട്ട് അവൾ തലയുയർത്തി. മറുപടി പറഞ്ഞില്ല. തക്കതായ പ്രതിഫലം കിട്ടണം. ദേവനാണ് പറഞ്ഞത്. ശരി, ഇന്ന് ജോലി പ്രവേശിക്കുന്നോ അതോ? ഇന്ന് തന്നെ ആവട്ടെ അല്ലേ ശകുന്തളെ? അത് പിന്നെ. അവൾ ചോദ്യാർത്ഥത്തിൽ അവനെ നോക്കി. സാരമില്ലെന്നേ. അവൻ തിരിഞ്ഞ് മറ്റുള്ളവരെ ശ്രദ്ധിച്ചു. എത്ര നാളത്തെ ജോലി കാണും? തൽക്കാലം ഒരാഴ്ച. ജോലി തൃപ്തികരമായി തോന്നിയ ബാക്കി കാര്യം പിന്നീട്. ആ കാര്യത്തിൽ വിഷമിക്കേണ്ട. ശകുന്തള മിടുക്കിയാണ്. അവൾ വീണ്ടും തലകുനിച്ചു. ശരി, ഞങ്ങൾ ഉടനെ വരാം. അവർ അടുത്ത മുറിയിലേക്ക് പോയി. ഇന്ന് തന്നെ വേണോ ദേവ? ശകുന്തളയ്ക്ക് ഒരു പരുങ്ങൽ. അതിന് വിഷമിക്കുന്നത് എന്തിനാ? അല്ല, നാളെ മുതൽ പോരാ. ആ പിന്നെ, ജോലിക്ക് പോരുകയാണെന്ന് ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. നല്ലത്. എവിടെയാണ് ജോലി? ഇവിടെ തന്നെ. അവളുടെ നെറ്റി ചുളിഞ്ഞു. അതെ, അകത്താണ് അവരുടെ ഓഫീസ്. അവൾ അന്തം വിട്ടിരുന്നു. എന്താണ് ജോലി? അത് കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു. അത് കേട്ടുകൊണ്ടാണ് മറ്റുള്ളവർ തിരികെ വന്നത്. എന്താ ദേവ തമാശ? ശകുന്തള ചോദിക്കുന്നു. എന്താണ് ജോലിയെന്ന്. താൻ അത് പറഞ്ഞില്ലേ? ഇല്ല. ഞങ്ങൾ വിചാരിച്ചു പറഞ്ഞിരിക്കുമെന്ന്. വരൂ ശകുന്തളെ. ജോലി എന്താണെന്ന് അറിയുമ്പോ സത്യത്തിൽ നീ അത്ഭുതപ്പെടും. ദേവലാൽ എഴുന്നേറ്റു. ഞാനാണ് ഗുരു. ദക്ഷിണ തരേണ്ട ഒരു കടമ ശകുന്തളയ്ക്കുണ്ട്. അവനൊരു വല്ലാത്ത ഭാവത്താൽ പറഞ്ഞു. അപ്പോഴും സംശയിക്കത്തക്കതായി ശകുന്തളയ്ക്ക് ഒന്നും തോന്നിയില്ല. അവർ അടുത്ത മുറിയിലേക്ക് നടന്നു. ഒരാഴ്ചത്തെ പ്രതിഫലം എത്രയാണെന്നറിയാമോ? നിഷേധഭാവത്തിൽ അവൾ തലയിളക്കി. 10,000 രൂപ. അസ്പഷ്ടമായ ഒരു സ്വരം അവളിൽ നിന്ന് ഉയർന്നു. അപ്പൊ ജോലി? ഒരു നിമിഷം കൂടി കാത്തു നിൽക്കൂ. അടുത്ത മുറിയിലെത്തി. വിശാലമായ മുറിയിൽ ഒരു കട്ടിലും സോഫയും മേശയും. നിറയെ ലൈറ്റുകൾ കത്തി നിന്നിരുന്നു. 4 മൂലകളിലായി സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന വീഡിയോ ക്യാമറകൾ. ശകുന്തള അമ്പരന്നു. ശകുന്തളയ്ക്ക് ജോലി ഇവിടെ തന്നെ. ദേവലാൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. മനസ്സിലായില്ല. സിനിമയിലെ പോലെ കുറച്ച് ചിത്രങ്ങൾ എടുക്കണം. ആ കാസറ്റുകൾ ഞങ്ങൾ വിദേശത്തേക്ക് അയക്കും. ശകുന്തളയ്ക്ക് നാടകത്തിൽ അഭിനയിച്ച് പരിചയമുണ്ടല്ലോ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അഭിനയിക്കുന്നത് തുണി എടുത്തുകൊണ്ടായിരിക്കില്ല. ശകുന്തളയുടെ കണ്ണുകളിൽ ഇരുട്ടു പരന്നു. ദേവൻ. അവളുടെ ശബ്ദം വിറച്ചു. പേടിക്കേണ്ട മോളെ. നിന്റെ ഒപ്പം ഞാനും അഭിനയിക്കാം. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ തുണി എടുത്തുകൊണ്ടല്ലോ ജനിച്ചു വീണത്. ആണോ? നിമിഷങ്ങൾക്കുള്ളിൽ ശകുന്തള വിയർപ്പിൽ കുളിച്ചു.
കോപം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. അപ്പോൾ പിന്നിലെ വാതിൽ അടയുകയായിരുന്നു. അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. 5 പേരും വന്യമായ ഭാവത്തോടെ അവളോടടുത്തു. താൻ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്ത കുരുക്കിലാണെന്ന് ശകുന്തളയ്ക്ക് ബോധ്യമായി. ദയനീയമായി അവൾ ഓരോരുത്തരെയും നോക്കി. അവരുടെ മുഖങ്ങളിൽ വിജയഭാവം. ദേവലാൽ, പ്ലീസ്, എന്നെ ഒരു പെങ്ങളായി കാണൂ, അവൾ അവന്റെ കാല് പിടിച്ചു പറഞ്ഞു. മറുപടി ഉച്ചത്തിലുള്ള അട്ടഹാസമായിരുന്നു. അങ്ങനെ കാണുവാനായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടുവരണമായിരുന്നോ? ദേവലാൽ അവളെ പിടിച്ചുയർത്തി ചുംബിച്ചു. വിട്, അവൾ കുതറി മാറി. മറ്റുള്ള 5 പേരും വാതിൽക്കൽ കാഴ്ചക്കാരെ പോലെ നിന്നതേയുള്ളൂ. ദേവൻ, എനിക്ക് ആരുമില്ല. നിങ്ങൾ സ്നേഹം ഭാവിച്ച് അടുത്തുകൂടിയത് ഇതിനായിരുന്നുവോ? കാര്യം നേടുവാനായി ഞാൻ എന്തു വേഷവും കെട്ടും. അതുകൊണ്ട് തന്നെയാണ് നിന്റെ അച്ഛനെ വരെ കൊല്ലേണ്ടതായി വന്നത്. ശകുന്തള ഞെട്ടിവരച്ചു. എന്റെ അച്ഛനെ കാറിടിപ്പിച്ചു കൊന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. ദൈവമേ! ശകുന്തളയ്ക്ക് തല കറങ്ങി. അവൾ വീഴാതെ മേശമേൽ പിടിച്ച് നിന്നു. ദേവലാലിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. പിന്നെ വെറുതെ ആണോടി നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും രൂപ മുടക്കിയത്? യു യു ഡെവിൾ! അവൾ പല്ലു കടിച്ചു. അവൻ അവളോട് ഒട്ടിച്ചേർന്ന് നിന്നു. ശകുന്തള അകന്നു മാറി. നിന്റെ ഈ സുന്ദരമായ മേനി പിറന്ന വഴി ഒന്ന് കാണുന്നത് എനിക്ക് ആശ്വാസജനകമാണ് മോളെ. വൃത്തികെട്ട വാക്കുകൾ കേട്ട ശകുന്തള തലതിരിച്ചു. ശകുന്തളെ! ദേവലാലിന്റെ സ്വരം കെടുത്തു. മര്യാദയ്ക്ക് അനുസരിച്ച ഇരു കൂട്ടർക്കും ശല്യമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കാര്യം ഒതുക്കാം. അതല്ല ബലം പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ എന്നാൽ അതിനും എനിക്ക് മടിയില്ല. ഇല്ലടാ, അവൾ സ്വയം മറന്ന് അലറി. ജീവനോടെ എന്റെ ശരീരം നീ ഉപയോഗിക്കില്ല. ദേ, ഞാൻ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചേക്ക്. നിനക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. നിന്റെ ഈ ചിത്രങ്ങൾ ഇന്ത്യയിൽ എത്തുകയേയില്ല. തരം കിട്ടിയാൽ പിഴയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടോടി? ഉണ്ട്. ഞാൻ എന്റെ ചാരിത്രം ജീവനോട് ഒരുത്തരും നഷ്ടപ്പെടുത്തില്ല. ചാരിത്രം എന്തടിയത്? ഇരുമ്പ് ചട്ടയാണോ? ഈ ഒരു വാക്കില്ലായിരുന്നെങ്കിൽ നീയൊക്കെ വല്ലാതെ വിഷമിച്ചേനല്ലോ. അവൾ മിണ്ടിയില്ല. ഇവനോട് സംസാരിച്ചുകൊണ്ട് പ്രയോജനമില്ലെന്ന് അറിയാമായിരുന്നു. ദേവലാൽ മറ്റുള്ളവരെ നോക്കി. നിങ്ങൾ തയ്യാറായിക്കോളൂ. 4 ക്യാമറകളുടെയും പിന്നിലേക്ക് ഓരോരുത്തർ നീങ്ങി. 5-മൻ ടേപ്പ് റെക്കോർഡിന്റെ സ്വിച്ച് അമർത്തി. ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ഉയർന്നു. ദേവലാൽ മെല്ലെ അവളോടെടുത്തു. ശകുന്തള പിന്നോട്ട് നീങ്ങി. അവസാനം ഭിത്തിയിൽ മുട്ടി നിന്നു. ദേവൻ, പ്ലീസ് ഷട്ടപ്പ്! പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് അവൻ കടന്നു പിടിച്ചിരുന്നു. അവൾ കുതറി. രക്ഷയില്ല. വിട്, വിട പട്ടി! ദേവലാൽ അവളുടെ മുഖമടച്ച് ഒരടി കൊടുത്തു. ശകുന്തളയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ശകുന്തള അവന്റെ മുഖത്ത് കൈയമർത്തി. നഖങ്ങൾ മാംസത്തിൽ ആഴ്ന്നിറങ്ങി. ഒപ്പം കണ്ണിലും. ആ! ദേവലാൽ രോദനത്തോടെ പിടിവിട്ടു. പ്രാണരക്ഷാർത്ഥം അവൾ വാതിൽക്കിലേക്ക് കുതിച്ചു. കൂടുതൽ വൈരാഗ്യത്തോടെ കുതിച്ചെത്തിയ ദേവൻ അവളുടെ സാരി വലിച്ചു പറിച്ചെറിഞ്ഞു. അവൻ കത്തിയെടുത്തു. കൊന്നുകളയും ഞാൻ. കൊല്ല്, എന്നാലും ഞാൻ വഴങ്ങില്ല. അവൻ കത്തി അവളുടെ കഴുത്തിൽ മുട്ടിച്ചു. അവൾ പിടഞ്ഞു. ഒപ്പം കത്തി തട്ടിത്തെറിപ്പിച്ചു. അത്രയ്ക്കാവടി! ശകുന്തള കിടക്കയിലേക്ക് തള്ളപ്പെട്ടു. ദേവലാൽ ചെന്നായുടെ ക്രൗര്യത്തോടെ അവളുടെ മേലേക്ക് ചാടി വീണു. അമ്മേ! വേദന കൊണ്ട് അവൾ അലറിക്കറിഞ്ഞു. കൈകാലിട്ടുള്ള അടിച്ചു. വിടണ, വിടാൻ! അവളുടെ വായിലേക്ക് വലിച്ചു കീറിയ ബ്ലൗസ് കുത്തി തിരികി. വീഡിയോ ക്യാമറകൾ എല്ലാം പകർത്തിക്കൊണ്ടിരുന്നു. ശകുന്തള അവന്റെ മുഖം കടിച്ചു മുറിച്ചു. ചോര ഒഴുകിയിട്ടും ദേവലാൽ പിടിവിട്ടില്ല. താൻ പരിപൂർണ നഗ്നയാക്കപ്പെടുകയാണെന്ന് ശകുന്തള അറിഞ്ഞു. ദേവലാലിന്റെ ചലനങ്ങൾക്ക് വേഗതയേറി. പെട്ടെന്ന് വാതിലിൽ എന്തോ വന്നിടിച്ചു. അവർ നടുങ്ങിത്തെറിച്ച് വാതിൽക്കിലേക്ക് നോക്കിയപ്പോൾ കതകുപാളികൾ തെറിച്ചു വീഴുന്നു. ഒപ്പം ഒരു വന്യമൃഗത്തെ പോലെ അവൻ കുതിച്ചു ചാടി. ശിവപ്രസാദ്, വിടടാ അവളെ! അവന്റെ അലർച്ചയിൽ അവിടെ മാകെ കിടുങ്ങി. ശിവപ്രസാദ് ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. ആ കണ്ണുകളിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ഉതിർന്നു. ശകുന്തള ഷീറ്റ് കൊണ്ട് നഗ്നത മറച്ചു. ശകുന്തളെ! ശിവപ്രസാദ്, എന്നെ ഇവൻ ജോലിക്കാണെന്നും പറഞ്ഞ്. ദേവലാൽ, ഈ പാവം പെണ്ണിനോട് ഇത് വേണമായിരുന്നോടാ? ഇതെന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. നീ ഇടപെടണമെന്നില്ല. നിനക്ക് പോകാം. അവൻ ഞൊടിയിടയിൽ ശകുന്തള തട്ടിത്തെറിപ്പിച്ച കത്തിയെടുത്തു. ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകൂ. ഇല്ലെങ്കിൽ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം. ദേവൻ, അതടാ, അതല്ല, ഇവളെ നിനക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, വിരോധമില്ല. ശിവപ്രസാദ് മറുപടി നൽകാതെ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെ നോക്കി. ശകുന്തള, നീ വസ്ത്രം ധരിക്കൂ. എന്നിട്ട്? ദേവലാൽ ചിരിച്ചു. അവൾ കൂടെ ഉള്ളതുകൊണ്ട് തൽക്കാലം നിന്നെ തല്ലുന്നില്ല. ഹാ! അവൻ വീണ്ടും ചിരിച്ചു.
അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആക്രമണം ഉണ്ടായപ്പോൾ ശിവപ്രസാദ് വീഴ്ചപോയി. ചെന്നു വീണത് ദേവലാലിന്റെ കാൽക്കൽ. ബാസ്റ്റഡ്! ദേവലാലിന്റെ കാലുകൾ ശിവപ്രസാദിന്റെ മുഖത്ത് പതിഞ്ഞു. പക്ഷെ പൊടുന്നനെ ശിവപ്രസാദ് അവന്റെ കാൽ തട്ടി താഴെയിട്ടു. ഖടാര തെറിച്ചുപോയി. ഇരുവരും തറയിൽ കിടന്ന് പിടിച്ചുരുണ്ടു. അപ്പോൾ ശേഷിച്ച 5 പേരും ശിവപ്രസാദിനെ നേരിടാനെത്തി. പിന്നെ നടന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഒരുവനെ ക്യാമറയുടെ നേർക്ക് ശിവപ്രസാദ് എടുത്തെറിഞ്ഞു. പിന്നിൽ നിന്ന് 2 പേർ ചേർന്ന് ശിവപ്രസാദിനെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. ദേവലാൽ അവസരം പാഴാക്കാതെ അവന്റെ വയറ്റിൽ ആഞ്ഞാഞ്ഞിടിച്ചു. ശിവപ്രസാദ് വായ് തുറന്നുപോയി. അതുവഴി കൊഴുത്ത ചോര പുറത്തേക്ക് വന്നു. അവർ അയാളെ കൊല്ലുമെന്ന് ശകുന്തളയ്ക്ക് തോന്നി. അവൾ ദേവലാലിന്റെ പുറത്ത് ആഞ്ഞിടിച്ചു. അവൻ അവളെ ഊക്കോടെ തള്ളി. ചെന്നു വീണത് കിടക്കയിൽ. ശരീരത്തിൽ നിന്നും ഷീറ്റ് ഊർന്നുപോയി. അത് കണ്ടപ്പോൾ ഒരുവൻ അവളുടെ മേൽ ചാടി വീണു. പിടിയും വലിയും ആകെ ബഹളം. ശിവപ്രസാദ് ഭിത്തിയിൽ ചവിട്ടി ഒന്ന് കുതിച്ചു. 2 പേരെയും കൊണ്ട് മുന്നോട്ട് തെറിച്ചുപോയി. ശകുന്തളയെ ആക്രമിച്ചവന്റെ ശിരസിൽ 2 കൈകളും കൂട്ടിപ്പിടിച്ച ഒറ്റയിടി. പിന്നീട് അയാൾ അനങ്ങിയതേയില്ല. നീ വേഗം വസ്ത്രം ധരിക്കു പെണ്ണെ! ശിവപ്രസാദ് ശകുന്തളയെ പിടിച്ചകറ്റി. പൊരിഞ്ഞ പോരാട്ടം വീണ്ടും നടന്നു. ക്യാമറകൾ തകർന്നു. മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നശിച്ചു എന്ന് പറയാം. 3 പേർ ഓടിക്കളഞ്ഞു. ദേവലാൽ ഒരു മദ്യപാനിയെ പോലെ ആടി എണീറ്റു. അവന്റെ ശരീരത്തിൽ അങ്ങിങ്ങ് രക്തം പറ്റിപ്പിടിച്ചിരുന്നു. ശിവപ്രസാദ് ഒരു അടി കൂടി കൊടുത്തു. ദേവലാൽ കിടക്കയിലേക്ക് മറിഞ്ഞു. ശകുന്തള വരൂ! അവളുടെ കൈക്ക് പിടിച്ച് അവൻ പുറത്തേക്ക് ഓടി. അവർ ലിഫ്റ്റിൽ കയറി. അവൾ അവനോട് ചേർന്ന് നിന്നു. ശിവപ്രസാദ് എങ്ങനെ ഇവിടെ എത്തി? രാവിലെ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. ആ കിളവ് പറഞ്ഞു നീ എവിടെ പോയതാണെന്ന് അറിയില്ലെന്ന്. പട്ടണത്തിൽ വന്നപ്പോ പരിചയമുള്ള ഒരു ടാക്സിക്കാരനിൽ നിന്നാണ് ദേവലാലിന്റെ ഒപ്പം നീ പോകുന്ന വിവരം അറിഞ്ഞത്. എനിക്ക് സംശയം തോന്നി. നിങ്ങളെ എവിടെയാക്കിയ ഡ്രൈവർ വിവരം തരാൻ മടിച്ചെങ്കിലും 2 ഇടി കിട്ടിയപ്പോ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അവർ താഴെ എത്തി. റിസപ്ഷൻ കൗണ്ടറിൽ ഇരുന്ന സ്ത്രീ അമ്പരപ്പോടെ ഇരുവരെയും നോക്കി. പ്രഥമ ദൃഷ്ടിയ തന്നെ മുകളിൽ പലതും നടന്നിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായി. അവളെ ഭീഷണിപ്പെടുത്തിയാണ് ശിവപ്രസാദ് മുറിയുടെ നമ്പർ മനസ്സിലാക്കിയിരുന്നത്. ഹോട്ടലിന് വെളിയിലെത്തിയ അവർ ഒരു ടാക്സിയിൽ കയറി വീട്ടിലേക്ക് പോയി. എന്നാൽ വരാൻ പോകുന്ന ഭീകര വിപത്തിനെ കുറിച്ച് ശിവപ്രസാദും ശകുന്തളയും സ്വപ്നേപ്പി ചിന്തിച്ചില്ല. ഹരിജൻ കോളനിയിലാണ് ശിവപ്രസാദിന്റെ വീട്. 2 മുറികളായി തിരിച്ച് ഓല കുത്തി മറച്ച കൂര. അവന് ഒരു സഹോദരിയുണ്ട്, സുലേഖ. അവൾ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഇരുനിറക്കാരിയായ കൊച്ചു സുന്ദരി. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട്. ഒരു 17കാരിയുടെ മട്ടും ഭാവവും. അച്ഛനമ്മമാർ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ ശിവപ്രസാദ് കുറച്ചു കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുമുണ്ട്. 4 മണിയായപ്പോൾ ജയസൂര്യൻ ശിവപ്രസാദിന്റെ വീട്ടിലെത്തി. മിക്കവാറും അവൻ അവിടെ വരാറുണ്ട്. നീ എവിടെ ആയിരുന്നടാ? ഞാൻ രാവിലെ വന്നിരുന്നു. ജയസൂര്യൻ തിരക്കി. ഞാൻ നിന്നെ വന്നു കാണാൻ ഒരുങ്ങിയായിരുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ എന്നുണ്ടായി. എന്താ? പറയാം. ശിവപ്രസാദ് ജയസൂര്യന് മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സുലേഖ സ്കൂളിൽ പോയിരിക്കുന്നു. ഉണ്ടായ സംഭവം മുഴുവൻ ശിവൻ പറഞ്ഞു കേൾപ്പിച്ചപ്പോ ജയസൂര്യൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു. ബാസ്റ്റഡ്! അവനെ ഞാൻ കൊല്ലും. നീ അടങ്ങടാ. അവന് വേണ്ടതിലധികം ഞാൻ കൊടുത്തിട്ടുണ്ട്. പാവം ശകുന്തള. തക്ക സമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നുവെങ്കിൽ. അല്പനേരത്തെ മൗനം അവർക്കിടയിൽ തങ്ങി നിന്നു. ശിവൻ അപ്പോൾ 2ാമത്തെ സത്യവും പറഞ്ഞു. ദേവലാലിന്റെ നിർദ്ദേശാനുസരണമാണ് ഗോപാലൻ ചേട്ടനെ ആരോ കാറിടിച്ചു കൊന്നത്. ജയന് സഹിക്കാവുന്നതിലും അധികമായിരുന്നു അത്. ഇല്ലടാ, അവന് ജീവനോടെ വരുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. എടുത്തുചാട്ടം നല്ലതല്ല ജയ. തന്ത്രപൂർവ്വം നമുക്കവന് കൊടുക്കണം. അവന് ആവശ്യത്തിന് പണമുണ്ട്. നിയമവും നീതിപാലകരും ഒക്കെ അവന്റെ കൂടെ നിൽക്കൂ. നമ്മൾ പറയുന്നതൊന്നും ആരും അംഗീകരിക്കില്ല. ജയൻ ഒന്ന് അമർത്തി മൂളി. സുലേഖ സ്കൂളിൽ നിന്നെത്തി. മോളെ ഇത്തിരി കാപ്പി എടുക്ക്. സുലേഖ വേഗം കാപ്പിയിട്ടു. 2ആളും കൂടി എന്താ ഇത്ര ആലോചന? കാപ്പിക്കപ്പ് കൈമാറുന്നതിനിടയിൽ അവൻ ചോദിച്ചു. നിന്റെ കല്യാണക്കാരിയാ? ജയൻ പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ജയൻ യാത്ര പറഞ്ഞു. നാണവും ചിരിതയും ജോലി കഴിഞ്ഞെത്തി. ഇന്ന് ട്യൂഷന് പോകുന്നില്ലേ ചേട്ടാ? സുലേഖ ഓർമ്മിപ്പിച്ചു. ഇല്ല. എന്തു പറ്റി? ചിരിതയാണ് ചോദിച്ചത്. ഒന്നുമില്ലമ്മ. അവൻ വേഷം മാറി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ വായനശാലയിലേക്ക് നടന്നു. സാധാരണ ട്യൂഷൻ കഴിഞ്ഞ് വായനശാലയിൽ പോകുമായിരുന്നുള്ളൂ. റീഡിംഗ് റൂമിൽ മാഗസിൻ മറിച്ചുകൊണ്ടിരിക്കുമ്പോ മുറ്റത്തൊരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും SI വിജയകാന്തും HC ബാലൻപിള്ളയും മറ്റും ഇറങ്ങി. ശിവൻ എവിടെ ഉണ്ടോ? അവിടെ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനോട് അവർ ചോദിച്ചു. ഉണ്ട് സാർ. ഒന്ന് വിളിക്കൂ.
പോലീസുകാർ തന്നെ തേടി വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോ ശിവന് കാര്യം വ്യക്തമായി. അവൻ ഭൗര്യയോടെ എസ്ഐയുടെ മുന്നിലെത്തി. നീയാണോടാ ശിവപ്രസാദ്? അതെ സർ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കവളത്ത് പടക്കം പൊട്ടുന്നത് പോലെ അടി വീണു. അടി അപ്രതീക്ഷിതമായിരുന്നതിനാൽ ശിവൻ തറയിൽ വീണുപോയി. കാര്യം എന്തെന്നറിയാതെ ആളുകൾ അങ്ങിങ്ങ് നോക്കി നിന്നു. നീ വലിയ തല്ലുകാരനാണ് അല്ലേടാ? ശിവന്റെ നെഞ്ചിൽ ഇൻസ്പെക്ടർ വിജയകാന്തിന്റെ ഷൂസ് അണിഞ്ഞ കാൽ പതിഞ്ഞു. എടുത്ത് ജീപ്പിലിടണോ ഈ പട്ടിയെ. ബാലൻപിള്ളയും മറ്റു പോലീസുകാരും ചേർന്ന് അവനെ എടുത്ത് ജീപ്പിലേക്ക് എറിഞ്ഞു. ഒപ്പം അവരും കയറി. ജീപ്പ് ഒരു വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. ആൾക്കാർ അന്തം വിട്ടുനിന്നു. ആരോ ഹരിജൻ കോളനിയിലേക്ക് ഓടി. വിവരമറിഞ്ഞ് നാണുവും ചിരിതയും സുലേഖയും അലറിക്കരഞ്ഞു. ചിരിത ബോധം കെട്ട് വീണു. പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലേക്ക് കഴുത്തിന് പിടിച്ച് ശക്തമായൊരു തള്ളായിരുന്നു. ശിവൻ അകത്ത് ഭിത്തിയിൽ അടിച്ചു വീണു. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ പിന്നിൽ ഇരുമ്പഴികൾ അടഞ്ഞിരുന്നു. അവൻ വേച്ച് വെച്ച് വാതിൽക്കിലേക്ക് വന്നു. ശരീരം മുഴുവൻ നുറുങ്ങിപ്പോകുന്ന വേദന. ജീപ്പിൽ വെച്ച് തന്നെ പോലീസുകാർ മുറവിളക്ക് നടത്തിയിരുന്നു. ശിരസ് പിടിച്ച് കാൽമുട്ടിനടിയിലേക്ക് വെച്ചിട്ട് കൈമുട്ടുകൊണ്ടായിരുന്നു പ്രഹരം. നിലവിളിച്ചതിന് വേറെയും. കൊള്ളവയുടെ മോനെ, ഹോട്ടലിൽ കയറി തല്ലുണ്ടാക്കുക മാത്രം നീ വളർന്നല്ലേ? ബാലൻപിള്ള ലോക്കപ്പിന് പുറത്തുനിന്ന് മീശ പിരിച്ചു. സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മിണ്ടിപ്പോകരുത്, ചവിട്ടി നിന്റെ നാഭി കളക്കും ഞാൻ. അയാൾ അകത്തേക്ക് വന്നപ്പോൾ ശിവൻ പിന്നോക്കം മാറി. അല്പം കഴിഞ്ഞ് ഒരു കാറിൽ ദേവലാൽ അവിടെ വന്നു. ലോക്കപ്പിൽ കിടന്ന് ശിവനെ നോക്കി. പുച്ഛഭാവത്തിൽ അയാൾ ചിരിച്ചു. ശിവൻ കോപത്തോടെ പല്ലു കടിച്ചു. എടാ! ശിവൻ അലറി. നീയാണ് എന്നെ തല്ലു വിളിച്ചത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്താ ഇവിടെ? ഇൻസ്പെക്ടർ വിജയകാന്ത് അവിടേക്ക് വന്നു. സർ, ഞാനൊരു പാവാണ്. ജോലിക്കാണെന്നും പറഞ്ഞ് ഇവനൊരു പെണ്ണിനെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയി ബ്ലൂ ഫിലിം എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തിരി ബലപ്രയോഗങ്ങൾ നടന്നു എന്നത് മാത്രം ശരിയാണ്. ആഹാ, അപ്പോ നീ ഒരു ജനസേവകനാണ് അല്ലെ? ഒന്ന് ചോദിക്കട്ടെ, സാറ് ഏത് രാഷ്ട്രീയത്തിലാ? ശിവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. തല്ലാൻ നിനക്കാരെങ്കിലും ലൈസൻസ് തന്നിട്ടുണ്ടോടാ? ഇൻസ്പെക്ടർ മുരണ്ടു. സർ, ആ സാഹചര്യത്തിൽ നിനക്ക് പോലീസിൽ വിവരം അറിയിക്കായിരുന്നില്ലേ? വിവരം അറിഞ്ഞ് സാർ എത്തുമ്പോഴേക്കും അവളെ തിന്നുകളയുമായിരുന്നോ? ഇൻസ്പെക്ടർ ചിരിച്ചു. സർ, നിലവിളി പോലെയായിരുന്നു ശിവന്റെ ശബ്ദം. പക്ഷെ ഇൻസ്പെക്ടറുടെയും ദേവലാലിന്റെയും ഉറക്കെയുള്ള ചിരിക്ക് മുന്നിൽ അത് ലയിച്ചു പോയി. ശിവന് രോഷം തോന്നി. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ പെങ്ങളുടെ ബ്ലൂ ഫിലിം എടുക്കുന്നത് കാണാനിടവന്ന സാറ് പോലീസിൽ അറിയിക്കാൻ പോകുമായിരുന്നോ? അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നോ? മുഖമടച്ച് ഊക്കേറിയൊരടിയിട്ട് പോലെ ഇൻസ്പെക്ടർ വെട്ടിത്തിരിഞ്ഞു. ഫത്തേണ്ടി! വിജയകാന്ത് ലോക്കപ്പ് തുറന്ന് അകത്തേക്ക് കയറി. ഒറ്റയടി. ശിവൻ വട്ടം കറങ്ങി. ദേവലാൽ കൈകെട്ടി കൗതുകത്തോടെ നോക്കി നിന്നു. ഇൻസ്പെക്ടർ കാൽമുട്ടുകൊണ്ട് ശിവന്റെ നാഭിക്ക് ഒറ്റയിടി. അമ്മേ! നാഭിയിൽ കൈ അമർത്തിക്കൊണ്ട് മുപ്പല്ലിയിൽ കോർത്ത ഒരു അരണയെ പോലെ അവൻ തറയിൽ വീണ് പിടഞ്ഞു. ചലനം നിന്നപ്പോൾ ഇൻസ്പെക്ടർ പിൻവാങ്ങി. അയാൾ ദേവലാലിനെയും കൂട്ടി തന്റെ ഓഫീസ് റൂമിലെത്തി. ഇരിക്കുന്നവൻ. താങ്ക് യു സർ. ദേവൻ ഇരുന്നു. ഇവന് എന്ത് ചെയ്യണം? കേസ് ചാർജ് ചെയ്യണം. ഹോട്ടലിൽ 1,00,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുക. ഓക്കെ, വൈകിട്ട് ഡാഡി കാണാൻ വരും. എനിക്ക് ഫോൺ ചെയ്തിരുന്നു. പക്ഷെ ആ പെണ്ണ് കോടതിയിൽ നല്ലതും വിളിച്ചു പറയുമോ? ഞാനും അത് വിചാരിക്കാതിരുന്നില്ല. അവളെയും നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം. അതിന് പണിയുണ്ട്. അവളുടെ പേരിലും ഒരു കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യാം. ഗുഡ് ഐഡിയ. അവൾക്ക് കൂട്ടിന് അവിടെ ഒരു കേൾവി മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ ചിലരിത്തിരി കൂടും. ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ. ശകുന്തളയുടെ വീട്. അന്ന് കൂട്ടുകിടക്കുവാൻ വരാൻ കിഴവിത്തള്ളയ്ക്ക് കഴിഞ്ഞില്ല. അവരുടെ കൊച്ചുമകളെ അസുഖമായി ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. രാത്രി 9 മണി കഴിഞ്ഞു. ശകുന്തള അത്താഴം കഴിച്ചിട്ട് വാതിലുകൾ ഭദ്രമായി അടിച്ച് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ഒറ്റയ്ക്ക് കഴിയുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ഭീതി തോന്നി. ദേവലാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനാണ്. എപ്പോഴാണ് പ്രതികാരത്തിന് മുതിരുന്നതെന്ന് അറിയില്ല. ഏതോ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പുസ്തകത്തിൽ നിന്നും മിഴികൾ ഉയർത്തി. മുറ്റത്ത് പതിയുന്ന പാദപതന ശബ്ദങ്ങൾ. ശകുന്തളയുടെ നെഞ്ചിരിപ്പ് പെരുമ്പറ പോലെ ഉയർന്നു. അപ്പോ കേട്ടു, ശകുന്തള എവിടെയില്ലേ? ഒരു പരിവരുത്ത സ്വരം. അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഇല്ലടി ഇവിടെ. ആ ശബ്ദത്തിന് മൂർച്ചയേറുന്നു. ശകുന്തള പിടഞ്ഞെഴുന്നേറ്റു. അവൾ പൂക്കുല പോലെ വിറക്കിയാണ്. എടി ശകുന്തളെ! വാതിൽക്കൽ ആരോ ഊക്കോടെ തട്ടുന്നു. വിളി കേൾക്കണമെന്നുണ്ട്. നാവനങ്ങുന്നില്ല. മര്യാദയ്ക്ക് വാതിൽ തുറക്കടി, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ആരാ? നിന്റെ തന്ത. പോലീസുകാരുടെ അടുത്ത് വേല ഇറക്കാണ്.
പോലീസ്. ശകുന്തള നടുങ്ങി. വേഗം വാതിൽ തുറക്കടി. ഒരു യന്ത്രം കണക്കെ ചെന്ന് അവൾ വാതിലിന്റെ ഓടാമ്പൽ മാറ്റി. മുന്നിൽ ഇൻസ്പെക്ടറും പോലീസുകാരും. എന്താടി മോളെ വാതിൽ തുറക്കാൻ ഒരു മടി? പച്ചത്തെറി പറഞ്ഞുകൊണ്ട് വിജയകാന്ത് അവളെ അടിമുടി നോക്കി. ചരക്ക് കൊള്ളാമല്ലോ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ഇവിടെ മറ്റാരും ഇല്ലേടി? ഇല്ല. ആഹാ, അപ്പൊ നീ ആരെ കാത്തിരിക്കുകയായിരുന്നു? ഇൻസ്പെക്ടറിൽ നിന്ന് മദ്യത്തിന്റെ രൂക്ഷഗന്ധം ശകുന്തളയ്ക്ക് അനുഭവപ്പെട്ടു. അവൾ അയാളെ ദയനീയമായി നോക്കി. മുന്നിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർമാർ മല പോലെ വളരുന്നതായി ശകുന്തളയ്ക്ക് തോന്നി. അവളുടെ കയ്യിലിരുന്ന മണ്ണെണ്ണ വിളക്ക് വിറവുണ്ടു. പറയടി, നീ ആരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു? HC ബാലപ്പിള്ളയുടെ ചോദ്യം. ആരെയും കാത്തിരിക്കുകയല്ലായിരുന്നു. എങ്കിൽ വേഗം പുറത്തിറങ്ങടി. സർ. എന്താ മിഴിച്ചു നിൽക്കുന്നത്? സർ, ഞാൻ ഹോട്ടലുകളിൽ കയറിയിറങ്ങി ബ്ലൂ ഫിലിമിൽ അഭിനയിക്കുന്ന നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സർ. അവളുടെ വിലാപം തൊണ്ടയിൽ കുരുങ്ങി. അവർ എന്നെ ചതിക്കുകയായിരുന്നു സർ. അതൊക്കെ സ്റ്റേഷനിൽ എത്തിയിട്ട് തീരുമാനിക്കാം. നടക്ക്. യമകിങ്കരന്മാരെ പോലെ നിൽക്കുന്ന പോലീസുകാരുടെ കണ്ണുകൾ തന്റെ ശരീരത്തിൽ തുളഞ്ഞിറങ്ങുകയാണെന്ന് ശകുന്തള അറിഞ്ഞു. സർ, വനിതാ പോലീസ് അല്ലാതെ ഞാൻ വരില്ല, അവൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. ആഹാ, അത്രയ്ക്കാവടി? ചോദ്യവും അടിയും ഒന്നിച്ചായിരുന്നു. അയ്യോ, അവൾ വട്ടം കറങ്ങി. കയ്യിൽ നിന്നും വിളക്ക് തെറിച്ചുപോയി. സർവത്ര അന്ധകാരം. ഇവളെടുത്ത് ജീപ്പിലിട്. ഇൻസ്പെക്ടറുടെ ആക്രോശം. മറ്റുള്ളവർ അവളെ പിടിച്ചുയർത്തി. നിലവിളിക്കാൻ ഭാവിച്ചപ്പോൾ ഒരുവൻ വായു പൊത്തി. എന്നിട്ട് ജീപ്പിനുള്ളിലേക്ക് എടുത്തു കയറ്റി. ജീപ്പ് വെടിയുണ്ട കണക്ക് പാഞ്ഞുപോയി. അയൽക്കാരും വിവരമറിഞ്ഞില്ല. പോലീസുകാർ ജീപ്പിന് പിന്നിലെ ഷട്ടർ അഴിച്ച് താഴ്ത്തിയിട്ടു. പിന്നെ തന്റെ ശരീരത്തിന്റെ നിന്മോദനങ്ങളിൽ എത്ര കൈകളാണ് പരതുന്നതെന്ന് ശകുന്തളയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ശവങ്ങൾ. കാക്കിക്കുള്ളിലെ വികാരം അണപൊട്ടി ഒഴുകി. സ്റ്റേഷനിലേക്ക് പോകുന്നതിന് പകരം ജീപ്പ് പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണ് പോയത്. ജീപ്പ് നിർത്തി ശകുന്തളയെ പുറത്തിറക്കുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ യഥാസ്ഥാനത്തുണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് അവളെ തള്ളിയിട്ട് പോലീസുകാർ വാതിൽ ചാരി. വസ്ത്രങ്ങൾ ശരിയാക്കിയിട്ട് ശകുന്തള ഒരു മൂലയിൽ പതുങ്ങി നിന്നു. പോലീസ് സ്റ്റേഷനിലേക്കെന്നും പറഞ്ഞ് തന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അവൾക്ക് വ്യക്തമായിരുന്നു. അല്പം കഴിഞ്ഞ് വാതിൽ തുറന്ന് ഇൻസ്പെക്ടർ വിജയകാന്ത് അകത്തേക്ക് വന്നു. അപ്പോൾ തന്നെ അയാൾ വാതിൽ അടയ്ക്കുകയും ചെയ്തു. സർ, ഞാനൊരു പാവാണ്, എന്നെ ഉപദ്രവിക്കരുത്. ഇൻസ്പെക്ടർ പുച്ഛഭാവത്തിൽ ചിരിച്ചു. പിന്നെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. വേശ്യയുടെ ചാരിത്ര പ്രസംഗം നന്നായിട്ടുണ്ട്. അവൾക്ക് ക്യാമറയുടെ മുന്നിൽ ഉഴുതുണിയില്ലാതെ നിൽക്കാം. ഇവരാണ് ഒന്നും പറ്റുകയില്ലാത്തത് അല്ലെ? പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. ഇൻസ്പെക്ടർ വിജയകാന്ത് റിസീവർ എടുത്തു. ഇത് ഞാനാണ് സർ, ദേവലാൽ. അപ്പുറത്തു നിന്നും ശബ്ദം. ഞാൻ എന്നെ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. ഇരയെ കിട്ടി. ആദ്യം എനിക്ക്, അതിനുശേഷം വിട്ടുതരാം. ഓക്കെ സർ, താങ്ക് യു. 1 മണിക്കൂർ കഴിഞ്ഞ് വണ്ടിയുമായി വന്നോളൂ. റിസീവർ വെച്ചിട്ട് വിജയകാന്ത് വസ്ത്രം മാറി. നീ പേടിക്കണ്ടടി, ദേവലാലി ഇവിടേക്ക് വരുന്നുണ്ട്. സർ. ബ്ലേഡിന്റെ മൂർച്ചയുള്ള ഒരു നിലവിളി ശകുന്തളയിൽ നിന്നുയർന്നു. ഇവിടെ വാടി. വേണ്ട സർ, എന്നെ പോകാൻ അനുവദിക്കണം. അങ്ങനെ അങ്ങ് പോയാലോ പെണ്ണെ? നിയമപാലകനായ സാറ് തന്നെ നിയമലംഘനം നടത്തിയാൽ? എടി, അല്പസ്വല്പം പാപം ചെയ്യാത്തവൻ മനുഷ്യനാണോ? സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആ നിലയ്ക്ക് ആഗ്രഹപൂർത്തീകരണം അനിവാര്യമാണ്. വിജയകാന്ത് മെല്ലെ അവളെ സമീപിക്കുകയായിരുന്നു. ശകുന്തള പിന്നോട്ട് നീങ്ങി. വസ്ത്രം മാറുന്ന അവസരത്തിൽ ഇൻസ്പെക്ടർ റിവോൾവർ മേശപ്പുറത്ത് വെക്കുന്നത് അവൾ കണ്ടിരുന്നു. ഞൊടിയിടയിൽ അത് കൈക്കലാക്കി അവൾ അയാൾക്ക് നേരെ ചൂണ്ടി. എന്നെ തൊട്ടാ നിങ്ങളെ ഞാൻ കൊല്ലും, പിന്നീട് ഞാനും ചാവും. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇൻസ്പെക്ടർ ഭയന്നുപോയി. ശകുന്തള, അത് റിവോൾവറാണ്, കുഴപ്പമുണ്ടാവും. മാനം നശിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നീചനെ കൊന്നിട്ട് സ്വയം മരിക്കുന്നതാണ്. ഇൻസ്പെക്ടർ തീയിൽ ചവിട്ടിയ മാതിരി കാൽ പിൻവലിച്ചു. അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് കതകടച്ച് ഓടാമ്പലിട്ടു. പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ 2 പോലീസുകാർ അവളെ തുറച്ചു നോക്കി നിൽക്കുന്നു. കൊന്നുകളയും ഞാൻ, അവൾ പറഞ്ഞു. പോലീസുകാർ അമ്പരന്നു. അവൾ മുറ്റത്തേക്ക് ചാടി. പിന്നെ ലക്ഷ്യമില്ലാതെ ഒറ്റയോട്ടമായിരുന്നു. പോലീസുകാർ വേഗം ഇൻസ്പെക്ടറുടെ മുറി തുറന്നു. അവൾ എവിടെ? രക്ഷപ്പെട്ടു സർ. റാസ്കൽസ്, എത്ര വേഗം അവളെ കണ്ടുപിടിക്കുക, ഇൻസ്പെക്ടർ അലറി. പോലീസുകാർ പുറത്തേക്ക് ഓടി. ഡ്രസ് മാറിയിട്ട് പുറകെ ഇൻസ്പെക്ടറും. ആദ്യം ശകുന്തള റോഡിലൂടെ തന്നെയാണ് ഓടിയത്. വഴി നിശ്ചയമില്ല. ഒരു കല്ലിൽ തട്ടി അവൾ മുന്നോട്ട് കമിഴ്ന്നു വീണു. അവിടെ നിന്നും പിടഞ്ഞു എഴുന്നേറ്റ് വീണ്ടും ഓടി. റിവോൾവർ കയ്യിൽ നിന്നും കളഞ്ഞിരുന്നില്ല. ജീപ്പിൽ ചാടിക്കയറി പോലീസുകാർ ശകുന്തള പോയതിന് പിന്നാലെ പാഞ്ഞു. തന്റെ പിന്നാലെ ഒരു വാഹനം പാഞ്ഞു വരുന്നത് കണ്ട ശകുന്തള അപകടം മണത്തറിഞ്ഞു. അവൾ ഉടനെ അടുത്തു കണ്ട പുരയിടത്തിലൂടെ ഓടി.
എന്നാൽ ചെന്ന് വീണത് ഒരു കല്ലുകുഴിയിലേക്കാണ്. മണ്ണിന് മുകളിലേക്ക് വീണതുകൊണ്ട് പരിക്കുകളൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ കാൽ വഴുതി താഴേക്ക് നിരങ്ങിപ്പോയി. കലക്ക വെള്ളത്തിലെയാണ് ചെന്ന് വീണത്. നനഞ്ഞു കുളിച്ചു. റിവോൾവർ വെള്ളത്തിൽ പോയി. മുഖത്തെ വെള്ളം വെടിച്ചു കളഞ്ഞിട്ട് ഒരു വിധത്തിൽ മുകളിലേക്ക് കയറി. അപ്പോൾ 50 വാരയോളം അടുത്തെത്തിയിരുന്നു പോലീസുകാർ. വീണ്ടും ഓടി. നിൽക്കടി അവിടെ. ചെവിക്കൊണ്ടില്ല. ഓടിയെത്തിയത് ചെറിയൊരു റോഡിൽ. കഴിവരുടെ മോളെ, ഇനി അനങ്ങിപ്പോയാൽ നിന്നെ കൊന്നുകളയും. ഒരു പോലീസുകാരൻ പിന്നിൽ നിന്ന് അവളുടെ സാരിക്ക് പിടുത്തമിട്ടു. അവൾ വട്ടം കറങ്ങി. സാരി അയാളുടെ കയ്യിൽ. ശവന്തുള്ള റോഡിലൂടെ ഓടി. കാലുകൾ കുഴയുന്നു. പോലീസുകാർ കൈയെത്തുന്ന അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ മുന്നിൽ നിന്നും ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകൾ കണ്ടു. പോലീസുകാർ പെട്ടെന്ന് ചാടി ഒളിച്ചു. ഒരു പെണ്ണിനെ വഴിയിലൂടെ നെട്ടോട്ടം ഓടിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തൊപ്പി തെറിക്കുന്ന കാര്യമാണ്. വാഹനം അടുത്തു വന്നു. 2 കൈകളും ഉയർത്തിപ്പിടിച്ച ശകുന്തള വാഹനത്തിന് നേരെ ഓടിച്ചെന്നു. വാഹനം ബ്രേക്ക് ചെയ്തു. അതൊരു കാറായിരുന്നു. കാറിന്റെ ബോണറ്റിലേക്ക് ശകുന്തള വീണുപോയി. ശിവപ്രസാദിനെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ് ഹരിജൻ കോണലിന്റെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. കാരണം എന്തെന്ന് അറിയില്ലെങ്കിലും അവനെ പോലീസിന്റെ തല്ലുകൊള്ളിക്കാതിരിക്കേണ്ടത് ആവശ്യമാണ്. അവർ MLA സമീപിച്ചു. പരാതി കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, ശിവപ്രസാദ് ചെയ്തിരിക്കുന്നത് ചെറിയ കുറ്റമൊന്നുമല്ല. SI എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അവൻ അബ്ഗാരി മധുസൂദന്റെ ഹോട്ടലിൽ കയറി അടിപിടി കൂടി. അയാളുടെ മകനെയും കൂട്ടുകാരെയും മർദ്ദിച്ച് അലസരാക്കി. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ദൈവമേ, നാണു തലയിൽ കൈവച്ചുപോയി. സാറേ, ഇതൊക്കെ കള്ളമാ, ഒരാൾ പറഞ്ഞു. അല്ല, എനിക്കറിയാം. കാര്യം എന്തായാലും ശിവന് പോലീസ് തല്ലാതിരുന്നാ മതി. കോളനിക്കാരുടെ ആവശ്യം അതായിരുന്നു. സാറ് പറഞ്ഞ പോലീസുകാർ കേൾക്കും. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഇത്തരം ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടുകയില്ല. ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്നത് കുറ്റം ചെയ്യുന്നതിനും വലിയ കുറ്റമാണ്. ശിവൻ കാര്യമില്ലാതെ തല്ലുകൂടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാറ് ആ മധ്യരാജാവിന് കൂട്ടുനിൽക്കുകയാണെന്നും ഞങ്ങൾക്കറിയാം. ഒന്ന് പറഞ്ഞേക്കാം, അടുത്ത ഇലക്ഷനും സാറ് വോട്ട് ചോദിക്കാൻ കോളനിയിൽ വരും. അപ്പൊ നമുക്ക് കാണാം ശിവനെ മോചിപ്പിക്കാനാവുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ പ്രതിപക്ഷക്കാർ അടങ്ങിയിരിക്കുമോ? പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പോ സാറിനെ കൊണ്ട് പറ്റില്ല? ഇല്ല, നമുക്ക് പിന്നെ കാണാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ധാരണയൊക്കെ ശരി തന്നെ. അവർ ഇറങ്ങി നടന്നു. പാവങ്ങൾ, MLA ചിരിച്ചു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ മറ്റു ചില സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.